എളവള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലുള്ള എളവള്ളി ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. നിലവിൽ 5 ഉപകേന്ദ്രങ്ങളാണ് എളവള്ളിയിലുള്ളത്. വാഗ, കടവല്ലൂർ, ബ്രഹ്മംകുളം, എളവള്ളി, പൂവത്തൂർ എന്നിവിടങ്ങളിലാണ് ഉപകേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. വാഗ, ബ്രഹ്മംകുളം ഉപകേന്ദ്രങ്ങൾക്ക് സ്വന്തമായി സ്ഥലവും കെട്ടിടവും നിലവിലുണ്ട്. മൂന്നാമത്തെ ഉപകേന്ദ്രത്തിനാണ് കാക്കശ്ശേരിയിൽ കെട്ടിടം നിർമ്മിക്കുന്നത്. പാവറട്ടി സ്വദേശി OK വൈദ്യർ സൗജന്യമായി ഗ്രാമപഞ്ചായത്തിന് കൈമാറിയ 21 സെന്റ് സ്ഥലത്താണ് ഉപകേന്ദ്രം നിർമ്മിക്കുന്നത്. പഞ്ചായത്തിന് ഹെൽത്ത് ഗ്രാന്റായി ലഭിച്ച 5.55 ലക്ഷം രൂപയാണ് കെട്ടിടം നിർമ്മിക്കുന്നതിന് വകയിരുത്തിയിട്ടുള്ളത്. 1580 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഇരുനില കെട്ടിടത്തിൽ ലബോറട്ടറി, ഇമ്മ്യൂണൈസേഷൻ മുറി, വരാന്ത, കാത്തിരിപ്പ് മുറി, പരിശോധനാ മുറി, ശുചിമുറികൾ, നഴ്സുമാർക്ക് താമസിക്കുന്നതിനുള്ള കിടപ്പുമുറി, ഡൈനിങ് മുറി, അടുക്കള, വിശ്രമമുറി എന്നിവയും വിഭാവനം ചെയ്തിട്ടുണ്ട്. ഉപകേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. എന്താണ് പറമ്പുകളിൽ കുടികെട്ടി താമസിക്കുകയാണ് മലയപ്പുരയാൻ എഴുതിയല്ലോ. ചങ്ങമ്പുഴ എഴുതിയല്ലോ വാഴക്കൊല. ആ വാഴക്കൊല അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഇതിനൊക്കെ പ്രതികാരം ചെയ്യാൻ തുടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് നമ്മുടെ മുഖത്ത് നോക്കി ചങ്ങമ്പുഴ പറഞ്ഞത്. എന്ത് പ്രതികാരമാണ് ചെയ്യുന്നത്? തന്റെ വീട്ടുമുറ്റത്ത് താൻ നട്ട് വളർത്തിയ, താൻ വെള്ളം പൊഴിച്ച് വളമിട്ട് അതിനെ മക്കളെ നോക്കുന്നതിനേക്കാൾ മികച്ച രീതിയിൽ ആ വാഴ വളർന്നു വന്ന് ആ വാഴയിൽ ഒരു നല്ല കുര വിരിഞ്ഞ് ആ കുര പഴുത്ത് തൊടുത്തു നിൽക്കുമ്പോൾ പട്ടിണി കൊണ്ട് വിശന്ന് കരയുന്ന കുട്ടികൾക്ക് അത് കൊടുക്കാൻ കഴിയാതെ അത് പറിക്കാൻ ചെല്ലുമ്പോൾ ആരാ പറയുന്നത്? ജന്മിയുടെ കാര്യസ്ഥം വരെയാണ് കുര കെട്ടിക്കൊണ്ടുപോകുക. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു. ജനപ്രതിനിധികളായ ബിന്ദു പ്രദീപ്, TC മോഹനൻ, NB ജയ, ലിസി വർഗീസ്, കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജോഷ് തമ്പി, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഷീല മുരളി എന്നിവർ സംസാരിച്ചു.